ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വാണിദേവി നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് തന്നെ തുടരണം. പബ്ലിസിറ്റി എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയാണ്. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ കുട്ടികളെന്ന് പറയുന്നില്ല, നമ്മളെല്ലാവരും സ്ക്രീൻ അഡിക്ഷൻ ഉള്ളവർ തന്നെയാണ്. ഒരു ദിവസം രാവിലെ ഉണർന്നാൽ തന്നെ ആദ്യം നമ്മളെല്ലാവരും എടുത്ത് നോക്കുന്നത് മൊബൈൽ ഫോണാണ്. എന്താണ് സംഭവിക്കുന്നത് ലോകത്തെന്ന് അറിയാൻ ആദ്യം എടുക്കുന്നത് മൊബൈൽ ഫോൺ തന്നെയാണ്. തീർച്ചയായും നമ്മളെല്ലാവരും അത് സമ്മതിക്കുക തന്നെ വേണം. പക്ഷേ അത് പബ്ലിസിറ്റി എന്നൊരു ഘടകവും കൂടി മൊബൈൽ ഫോണിൻ്റെ ഈ അതിപ്രസരം നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം സിനിമ എന്നതിലുപരി ഒരു പൊതുവായ സ്ഥലത്ത് നിന്ന് ഒരാളെ അടിക്കുകയാണെങ്കിൽ അതൊരു ഹീറോയിസമാണ്, അല്ലെങ്കിൽ ഒരു ഹീറോ പരിവേഷം ലഭിക്കുന്നു എന്നൊരു കാര്യം കൂടി ഇതിലില്ലേ? അത് പണ്ട് മുതലേ ഉള്ള കാര്യം തന്നെയാണ്. നമ്മളൊരു അനീതിക്കെതിരെ പ്രവർത്തിച്ചാൽ അത് ആ പ്രവർത്തിക്കുന്ന വ്യക്തി ഹീറോയാണ്. അയാൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനകത്ത് വ്യത്യസ്തതയുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ആഗ്രഹം, ഒരു ഫിലിമിൽ തന്നെ പറഞ്ഞതുപോലെ ഒരു SI ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യയെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് വന്ന് ഉപദേശിച്ചാൽ മതിയോ എന്നുള്ളത്. അതല്ല സമൂഹം പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് അതല്ല. നമുക്ക് ഈ പറഞ്ഞ ഒരു അഗ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വയലൻസ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള കാര്യം തന്നെയാണ്. പ്രിമിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പല സമയത്തും അത് നമ്മുടെ സർവൈവലിന് ആവശ്യകതയുമുള്ള കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിൻ്റെ ക്രൂരത, അതിൻ്റെ പ്രപ്പോർഷണാലിറ്റി, അവിടെയാണ് വ്യത്യസ്തത വരുന്നത്. അപ്പോൾ ഇത് ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഒന്ന് നീ പണി നോക്കി പോ എന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയായിരിക്കും. പക്ഷേ അങ്ങനെ അല്ലാണ്ട് ഞാൻ അവനിട്ട് 2 കൊടുത്താൽ ഞാൻ വൈറലാകും എന്നുള്ള ഉദ്ദേശവും, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അങ്ങനെ പലരും ചെയ്തത് കണ്ടതിൽ നിന്നുള്ള ആവേശവും ഒക്കെ കൊണ്ട് ആൾക്കാർ ഒരുപക്ഷെ അങ്ങനെയൊക്കെ പെരുമാറാം. ഈ പറയുന്ന പലപ്പോഴും നമുക്ക് പറ്റുന്ന, ഇപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അറ്റൻഷൻ എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സമൂഹം അറ്റൻഡ് ചെയ്യണം, എന്നെ ആരും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞ് മാറിയിരിക്കുക എന്ന് പറയുന്നത് അതൊരു രോഗാവസ്ഥയുടെ ഭാഗമാണ്. അല്ലാതെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കണമെന്നും നമ്മളെക്കുറിച്ച് പറയണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നു. ഇപ്പം മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുന്ന സ്ഥലത്താണ് പലപ്പോഴും ഈ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് ആയിട്ട് ഇതുപോലെയുള്ള നെഗറ്റീവ് ബിഹേവിയേഴ്സ് വരുന്നത്. അതായത് 2 ചീത്ത പറയാൻ വേണ്ടിയിട്ടെങ്കിലും എന്നെ അവിടെ പരാമർശിക്കുമല്ലോ എന്നുള്ള നിലയിൽ ആൾക്കാർ പെരുമാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നോണം വേണം നമ്മൾ ഈ കാര്യത്തിനെയും കാണാൻ. അവിടെ ഹീറോയിസം നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു ഹീറോ പരിവേഷം കൊടുക്കുന്നുണ്ട്. ഒരു റോങ് സൈഡ് കയറി വന്ന വണ്ടിക്കാരനെ ചീത്ത വിളിക്കുകയോ അവനെ തടഞ്ഞു നിർത്തി അടിച്ചിട്ടോ പോവുക എന്ന് പറയുന്നതിനെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് ഇവൻ ഭയങ്കര ഹീറോ ആണ് എന്ന് പറയുന്ന വിധത്തിൽ വരുന്നുണ്ട്. അത് ഒരു പരിധിവരെ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും. പക്ഷേ അത് മാത്രമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരിക്കലുമല്ല. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, മാതൃകാപരമായ ശിക്ഷാ രീതികൾ ഇല്ല എന്നത് കുട്ടികളുടെ ഇടയിലെ ക്രിമിനൽ സ്വഭാവത്തെ വർദ്ധിപ്പിക്കുന്നുണ്ടോ? കാരണം പണ്ടുകാലത്തെല്ലാം നമുക്കറിയാം കൃത്യമായ ശിക്ഷ അധ്യാപകർ നൽകുമായിരുന്നു. പക്ഷേ പ്രാകൃതമായ ഒരു ശിക്ഷാരീതിയും നമുക്ക് വേണ്ട. പക്ഷേ മാതൃകാപരമായ ശിക്ഷാരീതികൾ അനിവാര്യം തന്നെയല്ലേ ഒരു കാലഘട്ടത്തിൽ? ശിക്ഷ എന്നുള്ളതല്ല, ഏതൊരു ബിഹേവിയറിനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണം. ആ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിലും, അല്ലെങ്കിൽ ആ ബിഹേവിയർ വേണ്ട എന്ന് തീരുമാനിക്കപ്പെടണമെങ്കിലും ഒരു ഇമ്പാക്റ്റ്. ഇത് മാത്രമൊന്നുമല്ല, നമ്മളൊരു ബിഹേവിയർ പഠിക്കുന്നതിനകത്ത് മോഡലിങ്ങും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു ബിഹേവിയർ പഠിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൊബൈൽ യൂസ് ചെയ്യാൻ ഒരു കുട്ടി പഠിക്കുന്നത് വീട്ടിലുള്ള പാരൻസിനെ കണ്ട് മോഡൽ ചെയ്യുന്നതാണ്. അവിടെ ഒരു മോഡലിംഗ് ആണ് നടക്കുന്നത്. പക്ഷേ അതേപോലെ തന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ബിഹേവിയറിനെ, ഒരു ഉദാഹരണം, ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യാതെ, അസൈൻമെൻറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അവനവൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാതെ സ്കൂളിൽ പോകുന്നു, യൂണിഫോം ഇടാതെ സ്കൂളിൽ പോകുന്നു. അങ്ങനെ വരുന്ന ഒരു കുട്ടിയെ ആ കുട്ടിക്കായിരിക്കണം അതിനുള്ള റെസ്പോൺസിബിലിറ്റി. അവിടെയാണ് ആ ബിഹേവിയറിനുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ആ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവണം. അത് ഉണ്ടാവാതെ വീട്ടിലിരിക്കുന്ന പാരൻസിനെ വിളിച്ചിട്ട് നിങ്ങൾ കുട്ടിയെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കുട്ടി ഇങ്ങനെ ആവുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ ഉത്തരവാദിത്വം പാരൻസിന് കൊടുക്കുകയും, സ്വാഭാവികമായും പാരൻസ് എന്തായിരിക്കും ചെയ്യുക, നാളെ സ്കൂളിൽ ചെന്ന് കുട്ടി ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇവർ മുൻകൈ എടുത്ത് ചെയ്തു തുടങ്ങും. പാരൻസ് മുൻകൈ എടുത്ത് ചെയ്തു തുടങ്ങും. ഹോംവർക്ക് എഴുതിയോ എന്ന് പറഞ്ഞ് പുറകെ നടന്ന് ചോദിക്കുക, യൂണിഫോം കൃത്യമായിട്ട് ഇടണം എന്ന് പറയുക, നിർബന്ധിച്ചിടിയിക്കുക, അല്ലെങ്കിൽ യൂണിഫോം അയൺ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങും. ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? കുട്ടിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം വേറെ ആൾക്കാർക്കാണ്. ഇന്ന് നമ്മൾ ഈ ഇതിനകത്ത് കണ്ടതും എന്താണ്? ഈ കുട്ടികളുടെ ചാറ്റിനകത്ത് നമ്മൾ കണ്ടത് എന്താണ്?
ഇങ്ങനെ ഒന്നും ചെയ്തെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബിഹേവിയറിന് ഒരു ഇമ്പാക്റ്റ് ഇല്ല എന്ന് കാണുന്നത് ഞാൻ ഇനിയും അത് ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരകം തന്നെയാണ്. അവിടെ ശിക്ഷ എന്ന് പറയുന്നത് തല്ല് കൊടുക്കണോ, ക്ലാസ്സിന് പുറത്ത് നിർത്തണോ, അതോ ലേറ്റായിട്ട് വന്ന ഒരു കുട്ടി അല്ലെങ്കിൽ അസൈൻമെൻറ്റ് എഴുതാതെ വന്നൊരു കുട്ടി ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ നീ ഫ്രീ ആയിട്ടിരിക്കേണ്ട, ഇവിടെ ഇരുന്ന് ഇത് എഴുതിയിട്ട് പോയാൽ മതി എന്ന് പറയണോ, അവിടെ ഇരുത്തി തന്നെ അത് നിർബന്ധപൂർവ്വം ചെയ്യിക്കണോ, ഇതൊക്കെ ഉള്ളത് ഓരോ സ്കൂളിലെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ആ കുട്ടിയുടെ സാഹചര്യങ്ങളും എല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്നത്. എല്ലാത്തിനും ഒരേപോലെ അടി കൊടുക്കുക അല്ലെങ്കിൽ പുസ്തകം വലിച്ച് കുട്ടികളുടെ മുഖത്തേക്ക് എറിയുക ഇങ്ങനെയൊക്കെ പറയുന്നതിനെ നമുക്ക് അതിനെ പ്രാകൃതം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആ രീതിയിലല്ല അത് ഹാൻഡിൽ ചെയ്യേണ്ടുന്നത്. പക്ഷെ അല്ലാതെ ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്കൂളിൽ പോയപ്പോൾ കണ്ടതാണ്, ലേറ്റായിട്ട് വരുന്ന കുട്ടികൾ, സമയത്തിന് സ്കൂളിലെത്താത്ത കുട്ടികളെ കൊണ്ട് ആ സ്കൂളിലെ പല സ്ഥലങ്ങളും പ്രിൻസിപ്പളുടെ മുറി അതുപോലെയുള്ള സ്ഥലങ്ങൾ തൂത്ത് വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ട് ക്ലാസ്സിൽ പോയാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് ഈ പണി ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമുള്ള കുട്ടികളല്ല. അപ്പോൾ അടിച്ച് വാരിയാൽ ഇതിനകത്ത് തന്നെ ആ കുട്ടികൾ പറയുന്നുണ്ട് എനിക്ക് പൊടി അലർജിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, ഒന്നും കുഴപ്പമില്ല, നീ ഒരു തൂവാല എടുത്ത് മുഖത്ത് കെട്ടിയിട്ട് ഇത് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് പോയാൽ മതി. അപ്പോൾ 4 കുട്ടികൾ ചേർന്നിട്ടാണ് ആ പ്രിൻസിപ്പളിൻ്റെ മുറി ക്ലീൻ ചെയ്തിട്ടിട്ട് പോകുന്നത്. ഇനി കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകെ കൊടി പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഒന്നിനും കൊള്ളില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോവും. ഇതുപോലെയുള്ള കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ശരി, അതോടൊപ്പം തന്നെ ഡോക്ടർ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം, രക്ഷകർത്താക്കൾക്ക് കൃത്യമായ ഉത്തരവാദിത്തം ഈ വിഷയങ്ങളിലെല്ലാം ഉണ്ടല്ലോ. ഈ താമരശ്ശേരിയിലെ വിഷയമെടുത്താൽ തന്നെ ഈ സംഭവം നടന്നു, രക്ഷകർത്താക്കൾ അറിഞ്ഞു, പക്ഷേ ഈ കുട്ടികൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടികളും ഒരു ഭാഗത്തു നിന്നും വന്നിട്ടില്ല എന്നൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. കാരണം ഈ വിദ്യാർത്ഥി മരിക്കുന്നതിന് ശേഷം മാത്രമാണ് ഇത്തരം നടപടിക്രമങ്ങളെല്ലാം ഇതിലേക്ക് വരുന്നത്. ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ നമ്മൾ നിരവധി അധ്യാപകരുമായി സംസാരിച്ചപ്പോഴെല്ലാം അവർ പറയുന്നൊരു കാര്യം, കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ ഒന്ന് ശാസിച്ചാൽ, ശിക്ഷിക്കണ്ട, ശാസിച്ചാൽ മതി, അന്ന് രക്ഷകർത്താക്കൾ വിളിച്ച് അധ്യാപകരെ അപമാനിക്കുന്നൊരു സാഹചര്യം കൂടി പല വിദ്യാലയങ്ങളിലുമുണ്ട്. അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ നേർവഴിക്ക് നടത്തുക എന്നൊരു ചോദ്യം കൂടി ചില അധ്യാപകർ ഉയർത്തുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല കുട്ടികളെ നേർവഴിക്ക് നടത്തുക അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനകത്ത് രക്ഷകർത്താക്കൾക്കും പങ്കുണ്ട്. രക്ഷകർത്താക്കൾ വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് അവരെക്കാട്ടിൽ കൂടുതൽ സമയം അധ്യാപകരാണ് കൂടെ ഇടപഴകുന്നത്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണ്. ഒരിക്കലുമല്ല, രക്ഷകർത്താക്കൾക്കും പങ്കുണ്ട്. ഓരോ കുട്ടികൾ ആരും തന്നെ തെറ്റുകളൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ അബദ്ധങ്ങളൊന്നും പറ്റാതെ പെർഫെക്റ്റായിട്ട് മാറുന്നില്ല. എല്ലാവരും ചെറിയ 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 തെറ്റുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ചെറിയ അബദ്ധങ്ങൾ പേരൻസിനെ ഇൻഫോം ചെയ്താൽ അവിടെ പേരൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമുക്കുള്ള ഒരു ധാരണ എൻ്റെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, മറ്റു കുട്ടികൾ അവനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ആ കുട്ടി ഒരിക്കലും ചെയ്യില്ല. ചിലപ്പോൾ ഒരു കുട്ടിയെ അടിച്ചു എന്നുള്ളതായിരിക്കാം. ഈ അടിച്ചു, അടുത്തിരുന്ന കുട്ടിയെ പിടിച്ച് തള്ളി അടിച്ചു, അല്ലെങ്കിൽ അവൻ്റെ ബോക്സ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചു, കളിയാക്കി എന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കാം. ഈ പറയുന്നത് എന്തിനാണ് ഈ കുട്ടി ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് ഒരു റീസണാണ്. പലപ്പോഴും അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്, കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ട്, കുറച്ച് ലാംഗ്വേജ് ഡിലേസ് ഒക്കെ ഉള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അവനെ സ്കേപ്പ് ഗോട്ട് ചെയ്ത് ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അധ്യാപകർ അതിൻ്റെ സത്യാവസ്ഥയൊന്നും അന്വേഷിക്കാൻ പോകാറില്ല. ആരെയാണോ ഇത് പറയുന്നത് അവരെ ശിക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ വിളിച്ച് പറയുക എന്നൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതും അധ്യാപകർ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഇഷ്യൂ ക്ലാസ്സിലുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇഷ്യൂയിലേക്ക് നയിച്ചത്, അതിൻ്റെ ലീഡിങ് പോയിൻ്റ് എവിടെയായിരുന്നു, ഇതിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ആയിരുന്നു എന്നൊക്കെ ഉള്ളത് കൃത്യമായി അവർ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ വാക്ചാതുര്യമുള്ള ഒരു വ്യക്തി പറയുന്നത് കേട്ട്, ഒരു കുട്ടി പറയുന്നത് കേട്ട് മറ്റൊരാളെ സ്കേപ്പ് ഗോട്ട് ചെയ്യുന്ന തലത്തിലേക്ക് പലപ്പോഴും കേസസ് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയും ഉണ്ടാവാൻ പാടില്ല.
അതുപോലെ തന്നെ അധ്യാപകർ പാരൻസിനെ ഒരു കാര്യം ഇൻഫോം ചെയ്താൽ അതിനകത്ത് എന്താണ് എൻ്റെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചത്, അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഏതൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ഒരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ തിരുത്താൻ അധ്യാപകരും രക്ഷകർത്താക്കളും കൈകോർത്ത് നിന്നുകൊണ്ട് ശ്രമിക്കാം എന്ന് വേണം ചിന്തിക്കാൻ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് അവരുടെ മാത്രം ഉത്തരവാദിത്വമെന്നോ അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ അവർ ഇടപെടണ്ടെന്നോ ഉള്ള നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ചില അധ്യാപകർക്ക് പാർഷ്വാലിറ്റി ഉണ്ട് എന്ന് ചില വിദ്യാർത്ഥികൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. മാത്രവുമല്ല, അവഗണന എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി ഒരു തെറ്റ് ചെയ്താൽ ജീവിതാവസാനം വരെ അവൻ കുറ്റവാളി എന്ന് മുദ്ര വയ്ക്കുന്ന ചില അധ്യാപകരുമുണ്ട്. ഇതും വിദ്യാർത്ഥികൾക്കുള്ളിലെ മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ഞാൻ നന്നായിട്ടും വലിയ കാര്യമൊന്നും ഇല്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാറുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു പെൺകുട്ടിയാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. തിരുവനന്തപുരത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളിലെ കുട്ടിയാണ്. വളരെ നന്നായി പഠിക്കുന്ന, നല്ല സ്മാർട്ടായിട്ടുള്ള, മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പെട്ടെന്നൊരു വിഡ്രോവലും പൊതുവേ ഒരു കാര്യത്തിനോടും ഒരു താല്പര്യമില്ലായ്മയും ഒക്കെ വന്ന് സ്കൂളിലെ കൗൺസിലറിൻ്റെ അടുത്ത് കുട്ടി തന്നെ അങ്ങോട്ട് പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവർ വീണ്ടും ഡീറ്റെയിൽഡ് ഇവാലുവേഷന് വേണ്ടി വിട്ടതായിരുന്നു. അപ്പോൾ അന്ന് കുട്ടിയോട് സംസാരിച്ച സമയത്ത് ആ കുഞ്ഞ് പറഞ്ഞ ഒരു മേജർ കാര്യം എന്ന് പറയുന്നത്, കുട്ടിയുടെ എക്സ്പെക്റ്റേഷൻ ലെവലിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെയൊക്കെ ട്രിഗർ പോയിൻ്റായിട്ട് കുട്ടികൾ പറയുന്ന ഒരു കാര്യം, ഈ കുഞ്ഞ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പുതിയ ക്ലാസ് ടീച്ചർ വന്നു. ഈ ക്ലാസ് ടീച്ചർ ആദ്യമായിട്ട് ആ സ്കൂളിൽ വരികയാണ്. പക്ഷേ അതിനുശേഷം എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല, ഈ ടീച്ചർ എന്നോട് വളരെ ദേഷ്യത്തോടു കൂടിയാണ് എപ്പോഴും പെരുമാറുന്നത്. മറ്റു കുട്ടികൾ പോലും എന്നോട് ചോദിക്കുന്നു, ഈ ടീച്ചറിന് നിന്നോട് എന്താണ് ഇത്രയും വൈരാഗ്യം എന്ന് ചോദിക്കുന്നു. ടീച്ചറിനെ അങ്ങോട്ട് വിഷ് ചെയ്താൽ ആ ടീച്ചർ തിരിച്ച് വിഷ് ചെയ്യില്ല. ഈ കുട്ടി ഒരു ദിവസം ഹോംവർക്ക് എഴുതാനായിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അന്ന് അത് വലിയ ഇഷ്യൂ ആണ്. ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും പ്രശ്നമില്ല. 20ൽ 18 മാർക്കാണ് ഈ കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ പോലും അത് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് കളിയാക്കലാണ്. ക്ലാസ്സിൽ ലീഡർ റൊട്ടേഷൻ ഉണ്ട്. ഈ ടീച്ചർ തന്നെയായിരുന്നു ക്ലാസ് ടീച്ചറും. ക്ലാസ്സിൽ ലീഡർ റൊട്ടേഷൻ ഉണ്ട്. അവസാന മാസങ്ങളിലോ അവസാന ആഴ്ചകളിൽ ഈ ടീച്ചർ ചോദിക്കുന്നത്, ഇനി ആരാണ് നമ്മുടെ ക്ലാസ്സിൽ ലീഡർ ആവാനുള്ളത്? ഇന്ന കുട്ടിയാണ് എന്ന് മറ്റു കുട്ടികൾ പറയുമ്പോൾ, അല്ല ആ കുട്ടി വേണ്ട, വേറെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ തീർത്തും അവഗണന തന്നെയാണ്. എന്താണ് ഈ പുതിയതായിട്ട് ആ സ്കൂളിലേക്ക് വന്ന ഒരു ടീച്ചർക്ക് ഈ ഒരു കുട്ടിയോട് മാത്രം ഇത്രയും, ഇത് വൈരാഗ്യമായിട്ട് തന്നെയാണ് കുട്ടി കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലായ്മയാണ്, സൈഡ് ലൈൻ ചെയ്യലാണ്. എന്തായിരുന്നു റീസൺ എന്നുള്ളത് ഒരു അക്കാഡമിക് ഇയർ മുഴുവൻ ഈ കുട്ടിയെ പഠിപ്പിച്ചിട്ടും അധ്യാപകർ അല്ലെങ്കിൽ ഈ അധ്യാപിക കുട്ടിയെ വിളിച്ച് സംസാരിക്കുകയോ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നുള്ളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയോ, തിരിച്ച് ഈ കുഞ്ഞിന് വീട്ടിൽ ചെന്ന് പറയുമ്പോൾ പാരൻസ് ഇവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുകയോ ഇത് കറക്റ്റ് ചെയ്യുകയോ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഒരു പർട്ടിക്കുലർ കേസിലെ കാര്യമാണ്. പക്ഷേ ഇതുപോലെയുള്ള ധാരാളം അധ്യാപകരുണ്ട്. എന്തെങ്കിലും റീസൺ കൊണ്ട് നമുക്ക് എല്ലാവരെയും ഒരുപോലെ ഇഷ്ടപ്പെടാനൊന്നും പറ്റില്ല. പലരുമായിട്ടുള്ള വൈബൊന്നും നമുക്ക് കറക്റ്റായിട്ട്, നമ്മുടെ വേവ് ലെങ്ത് ഒന്നും കറക്റ്റായി പോകണം എന്നില്ല. പക്ഷേ അധ്യാപിക എന്ന് പറയുന്ന ഒരു പൊസിഷനിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞുള്ള ഒരു പൊസിഷനിലിരിക്കുമ്പോൾ നമ്മളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ വിവിധ തരത്തിലുള്ള കഴിവുകളുള്ളവരാവാം, കഴിവുള്ളവരും കഴിവ് കുറഞ്ഞവരും ഒക്കെ ഉണ്ടാവാം. പഠനത്തിൽ മാത്രമായിരിക്കണം അവരുടെ കഴിവുകളെന്നില്ല, മറ്റ് മേഖലകളിലുള്ളവരുണ്ടാവാം. ചെറിയ പെരുമാറ്റ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അറ്റൻഷൻ ഇഷ്യൂസോ ലാംഗ്വേജ് ഇഷ്യൂസോ റീഡിങ് റൈറ്റിംഗ് ഇഷ്യൂസോ ഒക്കെ ഉള്ള കുട്ടികളുണ്ടാവാം. ഇവരെ ഒക്കെ ഒരുപോലെ കൺസിഡർ ചെയ്യാൻ ട്രെയിൻഡ് ആണ് എന്നുള്ള അവകാശവാദത്തോടെയാണ് ഓരോ അധ്യാപകരും അധ്യാപന ജീവിതം തുടങ്ങുന്നത്. അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗം ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അധ്യാപകർ കുട്ടികളോട് കാണിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. അതില്ല എന്ന് വരുമ്പോൾ ചില കുട്ടികൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകാം. ഹോപ്പ്ലെസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിട്ട് ആ കുഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി എന്തുകൊണ്ട് എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. ചിലർ തീരെ റിബലിയസ് ആയിട്ട്, ആ റിബലിയസ് ആയിട്ട് പോകുന്നതും ഈ പറയുന്ന ഹോപ്പ്ലെസ്നെസ്സിൻ്റെ ഭാഗം തന്നെയായിരിക്കും. ഞാൻ എന്ത് ചെയ്താലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ, പിന്നെ ഞാൻ എന്തിനാണ് മെച്ചപ്പെടുന്നത്? മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഞാൻ എന്തിനെടുക്കണം എന്നുള്ള ചോദ്യം പല കുട്ടികളുടെയും മനസ്സിൽ ഉണ്ടാവാം. സോ അധ്യാപകർക്ക് ഡെഫിനറ്റ്ലി റോളുണ്ട്. പക്ഷേ അധ്യാപകൻ്റെ മാത്രം റോളല്ല എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്.